ടാറ്റ ഗ്രൂപ്പ് എന്ന ഇന്ത്യയുടെ ഏറ്റവും പേരുകേട്ട ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലവൻ, ഒരു തികഞ്ഞ മനുഷ്യസ്നേഹി, സാമൂഹിക പ്രവർത്തകൻ, അതാണ് രത്തൻ ടാറ്റ. 1937 ഡിസംബർ 28 മുംബൈയിലെ ഒരു പാർസി സൗരാഷ്ട്രീയൻ കുടുംബത്തിൽ ജനനം. രത്തൻ ടാറ്റയുടെ മുതുമുത്തച്ഛനായ ജംഷഡ്ജി ടാറ്റയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ. 1948 മാതാപിതാക്കൾ വേർപിരിഞ്ഞ ശേഷം രത്തൻ ടാറ്റയെ വളർത്തിയത് മുത്തശ്ശിയാണ്. ന്യൂയോർക്കിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആർക്കിടെക്ചർ ബിരുദം കരസ്ഥമാക്കി. 1962 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി ടാറ്റ ഗ്രൂപ്പിൽ ചേരുന്നു. 1991 അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നു. അദ്ദേഹം ചെയർമാനായിരുന്ന സമയത്താണ് കമ്പനി ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിയത്. സാധാരണക്കാരുടെ സ്വപ്നമായ കാർ അവർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് അദ്ദേഹം പുറത്തിറക്കി. അതായിരുന്നു ടാറ്റ നാനോ. കമ്പനിയുടെ ആസ്തി ഏകദേശം 4000 കോടിയോളമാണ്. എന്നാൽ അതിൻ്റെ 50% ടാറ്റ ട്രസ്റ്റിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. രത്തൻ ടാറ്റയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരാൾ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയായിരുന്നു. തൻ്റെ 10ാം വയസ്സിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂടെയുണ്ടായിരുന്നതും വളർത്തിയതും മുത്തശ്ശിയായിരുന്നു. അവർ പഠിപ്പിച്ച സഹാനുഭൂതിയുടെയും ക്ഷമയുടെയും പാഠങ്ങൾ അദ്ദേഹം ഇപ്പോഴും പിന്തുടരുന്നു. അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുമായി ഗാഢമായ പ്രണയത്തിലായിരുന്നു രത്തൻ ടാറ്റ. എന്നാൽ ഭാവി ജീവിതം ഇന്ത്യയിലാവുന്നത് അവളുടെ മാതാപിതാക്കൾ എതിർത്തു. എന്നാൽ അവളെ വിവാഹം കഴിച്ച് അമേരിക്കയിൽ ജീവിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. മുത്തശ്ശിയുടെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ഇൻഡോ ചൈന യുദ്ധം കാരണം അവളുടെ മാതാപിതാക്കൾ ഇന്ത്യയിലേക്ക് അവളെ പോകാൻ അനുവദിച്ചില്ല. അങ്ങനെ ആ പ്രണയം തുടരാൻ കഴിഞ്ഞില്ല. പിന്നീട് 3-4 തവണ വിവാഹത്തിനടുത്തുവരെ എത്തിയിട്ട് പല കാരണങ്ങളാൽ നടക്കാതെ പോയവയും ഉണ്ട്. തികഞ്ഞൊരു മനുഷ്യസ്നേഹിയും മൃഗസ്നേഹിയുമായ ഇദ്ദേഹം മനുഷ്യർക്കും മൃഗങ്ങൾക്കും വേണ്ടിയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹെഡ് ഓഫീസായ ബോംബെ ഹൗസിൽ തെരുവുനായകൾക്ക് പ്രത്യേക പരിഗണനയാണ് നൽകിയിട്ടുള്ളത്.